ഹാവൽസിൻ്റെ ഒരു ട്രിമ്മർ പരിചയപ്പെടാം. ഇതിൻ്റെ മോഡൽ വരുന്നത് BT8700 എന്ന മോഡലാണ്. ഇതിൻ്റെ ട്രിമ്മിംഗ് റേഞ്ച് വരുന്നത് 0 to 13 mm ആണ്. നമുക്ക് ഇതിൻ്റെ കോംബ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് പോസിബിൾ ആവുന്നത്. നമുക്ക് കോംബ് ഇല്ലാതെ ഇതിൻ്റെ ട്രിമ്മിംഗ് റേഞ്ച് വരുന്നത് 0.5 mm ആണ്. നമുക്കൊരു സീറോ ട്രിമ്മിംഗ് ലുക്ക് അതിലൂടെ ലഭിക്കും. ഇതിൻ്റെ കോംബ് ഇടാതെ തന്നെ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ട്രിമ്മറാണ്. റീചാർജ് ടൈം വരുന്നത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ കൊണ്ട് ഇത് ഫുള്ളാക്കും. അങ്ങനെ ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് 90 മിനിറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 90 മിനിറ്റാണ് റണ്ണിങ് ടൈം വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് മെറ്റീരിയൽ വരുന്നത് ടൈറ്റാനിയം ആണ്. നമുക്കിത് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാനും സാധിക്കും. ക്ലീൻ ചെയ്യേണ്ട ആവശ്യത്തിനൊക്കെ ആയിട്ട് ഈ ഒരു ബ്ലേഡ് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്കിത് വെറ്റ് സർഫേസിലും അതുപോലെ തന്നെ ഡ്രൈ സർഫേസിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് IP7 ഫുള്ളി വാഷബിൾ ആണ്. സോ നമുക്ക് ഈ ഒരു ട്രിമ്മർ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി വരുന്നത് 2 ഇയർ പ്രൊഡക്റ്റ് വാറണ്ടി ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 1000 അല്ലെങ്കിൽ 1500 ഈ ഒരു റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇതാണ് പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. ഇത് ഉപയോഗിച്ച് നമുക്കിത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതിന് താഴെയായിട്ട് നമുക്കൊരു ബാറ്ററി പെർസെൻറ്റേജ് ഒരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഹെഡാണ്. ഹെഡിൽ നമുക്ക് ടൈറ്റാനിയം ബ്ലേഡ് ഉണ്ട്. അതിലേക്ക് നമുക്ക് കോംബ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് കൂടുതൽ നമുക്ക് 2 കോംബാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോംബ് അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് ട്രിമ്മിങ് സൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്കൊരു ഇലക്ട്രിക്കലി ഈ ഒരു ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കോംബ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് നമുക്ക് ട്രിമ്മിങ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ആദ്യം പറഞ്ഞ പോലെ 0 to 13 mm ആണ് ഇതിൻ്റെ ഒരു ട്രിമ്മിംഗ് റേഞ്ച് വരുന്നത്. ഇനി ഒരു പ്രോഡക്റ്റിൻ്റെ നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്തല്ല ട്രിമ്മിംഗ് സൈസ് നമ്മൾ മാറ്റുന്നത്. ഇതിൻ്റെ കോമ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ ട്രിമ്മിംഗ് സൈസ് മാറ്റുന്നത്. അതൊരു നെഗറ്റീവാണ്. നമുക്ക് പല ട്രിമ്മിംഗ് മെഷീനിലും നമുക്ക് ഇലക്ട്രിക്കലി തന്നെ അതിൻ്റെ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ട്രിമ്മിംഗ് സൈസ് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ അതല്ല, കോംബ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോസിബിൾ ആകുന്നത്. കോമ്പിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ എനിക്ക് വളരെ ശോകമായിട്ടാണ് തോന്നിയത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അത് പൊട്ടിപ്പോക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് 0.5 mm സീറോ ട്രിമ്മിംഗ് ലുക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് ഇത് ഓക്കെയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഈ 0 to 13 mm കസ്റ്റമായിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ കോമ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പ് കറക്റ്റായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. പേഴ്സണലി എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നി. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതർവൈസ് ഇത് ഓക്കെയാണ്. കാരണം നമുക്ക് 1.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് 90 മിനിറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഇത് വാഷബിളാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് ഒരു പ്രശ്നമാണ്. നമുക്ക് ഇത് ട്രിമ്മിംഗ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കോംബ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പ്രൊഡക്റ്റ് പർച്ചേസ് ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള മറ്റു നല്ല പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകാം. ഫിലിപ്സിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല മോഡലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ട്രിമ്മിംഗ് സൈസ് മാറ്റാൻ സാധിക്കുന്ന നല്ല മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ്സ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് നമുക്കൊരു ചാനലുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം.